കഴിഞ്ഞ 7 വർഷത്തിനിടെ വൈദ്യുത ലൈനിലെ അറ്റകുറ്റപ്പണികൾക്കിടെ 79 കരാർ തൊഴിലാളികൾ മരണപ്പെട്ടതായി KSEB. ജോലിക്കിടയിൽ മരണപ്പെടുന്ന കരാർ തൊഴിലാളികളുടെ പേരിൽ 5000 രൂപയാണ് മരണാനന്തര ആവശ്യങ്ങൾക്കായി നൽകി വരുന്നത്. KSEB നൽകിയ വിവരാവകാശ രേഖയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. 2016 ഏപ്രിൽ 1 മുതൽ 2023 മാർച്ച് 31 വരെയുള്ള കണക്കനുസരിച്ച് വൈദ്യുത ലൈനിലെ അറ്റകുറ്റപ്പണികൾക്കിടയിൽ 79 കരാർ തൊഴിലാളികളാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ മരണപ്പെടുന്ന തൊഴിലാളിയുടെ മാസവേതനത്തിനും പ്രായത്തിനും ആനുപാതികമായ നഷ്ടപരിഹാരം ഇവരുടെ കുടുംബത്തിന് ലഭിക്കുമെന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. 1923 തൊഴിലാളി നഷ്ടപരിഹാര നിയമമനുസരിച്ച് 5000 രൂപയാണ് ശവസംസ്കാര ചടങ്ങുകൾക്കായി ലഭിക്കുക. 5 ലക്ഷം രൂപയിൽ കവിയുന്ന അടങ്കൽ തുകയ്ക്കുള്ള കരാർ ജോലികൾ ഏറ്റെടുത്ത് നടത്തുന്ന കരാറുകാരുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അപകടം സംഭവിച്ചാൽ നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം കരാറുകാരനായിരിക്കും. ഇത്തരം ആളുകൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ നിർബന്ധമായും ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ കരാർ തൊഴിലാളിയെ 2 രീതിയിൽ വിഭജിച്ചിരിക്കുന്നത് മാറ്റിക്കൊണ്ട് തൊഴിലിന് തുല്യവേതനം എന്നൊരവസ്ഥയിലേക്ക് കരാർ തൊഴിലാളികളെല്ലാം ഒന്നാണെന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് ഇത്തരം അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നവർക്കുള്ള മരണാനന്തര ധനസഹായം ഏകീകരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണർ പുറപ്പെടുവിക്കുന്ന ഉത്തരവ് പ്രകാരം നഷ്ടപരിഹാരം അനുവദിക്കാൻ കാലതാമസമുണ്ടാകുന്ന സാഹചര്യങ്ങളിലും കോടതി നടപടിക്രമങ്ങളിൽ കാലതാമസമുണ്ടാകുന്ന സാഹചര്യത്തിലും നഷ്ടപരിഹാരം ലഭിക്കുന്നതുവരെ നഷ്ടപരിഹാര തുകയുടെ 12% പലിശ ഉൾപ്പെടെ മരണപ്പെട്ടയാളുടെ അനന്തരാവകാശികൾക്ക് ലഭിക്കാൻ നിയമമുണ്ട്. എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുടെയോ കോടതിയുടെയോ തീരുമാനപ്രകാരമായിരിക്കും ഇത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.